Hello students, നമുക്ക് അടുത്തൊരു ലെസൺ എൻട്രൻസ് ചോദിക്കുന്ന വേറെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കി അതുവഴി നമുക്ക് ആ ചാപ്റ്ററുടെ ഒരു ഫുൾ കോൺസെപ്റ്റും നമുക്ക് എങ്ങനെ നോക്കാമെന്ന് നോക്കാം. Objective type questions exercise number 1. So first question, in blood clotting, fibrins are formed from inactive fibrinogen by the enzyme. Fibrinogen എന്ന് പറയുന്നത് ഒരു ഇനാക്റ്റീവ് ഫോം ആണ്. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ആക്റ്റീവ് ഫോമായ ഫൈബറിൻ നമുക്ക് കിട്ടണം. നമുക്ക് അതിൽ എന്ത് കിട്ടണം, ഒരു ആക്റ്റീവ് ഫോമായ ഫൈബറിൻ നമുക്ക് കിട്ടണം. സോ അതിൽ നമുക്കൊരു ആക്റ്റീവ് ഫോം ഫൈബറിന് കിട്ടണം. സോ ഫൈബ്രിനോജൻ ഈസ് കൺവേർട്ട് ഇൻടു ഫൈബ്രിൻ. ഫൈബ്രിനോജനെ ഫൈബ്രിനായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആരാണ്? ദാറ്റ് ഈസ് വി കോൾഡ് as thrombin. Thrombokinase is an enzyme which convert prothrombin into thrombin. Creatine kinase നമുക്ക് blood clotting ഇല്ല. Heparin is an act as an anticoagulant. Anticoagulant എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് പറഞ്ഞാൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി, അതായത് നമ്മളെ ബ്ലഡ് വെസൽസിന് ഒരു ഇഞ്ചുറീസ് ഒന്നും ഇല്ല എങ്കിൽ ബ്ലഡ് വെളിയിൽ വരാതിരിക്കും, ബ്ലഡ് അകത്ത് ക്ലോട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി ഉള്ള ഒരു എൻസൈമാണ് ഹെപ്പാരിൻ. ഹെപ്പാരിൻ ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ബേസോഫിൽസ്. Heparin is produced by basophils. Basophils is a WBC cell. Is a type of WBC. Okay, and a small amount is produced by liver. Heparin ഒരു ചെറിയ അളവിൽ നമ്മൾ ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ഈ ക്വസ്റ്റ്യൻ ആൻസർ ഏതാണ്? ക്വസ്റ്റ്യൻ ആൻസർ thrombin. മറക്കരുത്. Which of the following ions play an important role in blood clotting? Blood clotting in സഹായിക്കുന്ന അയോൺസ് നമുക്കെല്ലാം അറിയാലേ. നമുക്ക് ഏതാണ് blood clotting in സഹായിക്കുന്ന അയോൺസ്? That is we called as calcium. സോഡിയം പൊട്ടാസ്യം എവിടെയുണ്ട്? നമുക്ക് നെർവസ് സിസ്റ്റത്തിലുണ്ട് അല്ലേ. നമുക്ക് ഇമ്പൾസ് ഇത് ട്രാവൽ ചെയ്യിപ്പിക്കാൻ വേണ്ടി നമുക്ക് വേണ്ടതാണ് ആര്? സോഡിയം പൊട്ടാസ്യം അല്ലേ. സോ ദ ആൻസർ ഈസ് കാൽഷ്യം. മിട്രൽ വാൽവ് ഈസ് പ്രസന്റ് ഇൻ ബിറ്റ്വീൻ. ഏത് സൈഡിലാണ് അല്ലെങ്കിൽ ഏത് ചാമ്പറിന്റെ ഇടയിലാണ് മിട്രൽ വാൽവ് ഉള്ളത്? മിട്രൽ വാൽവിന് ഇനിയൊരു പേരെന്താണ്? മിട്രൽ വാൽവിന് ഇനിയൊരു പേരാണ് ബൈകസ്പിഡ് വാൽവ്. ബൈകസ്പിഡ് വാൽവ്. മിട്രൽ വാൽവ് ഈസ് അതർവൈസ് നോൺ ആസ് ബൈകസ്പിഡ് വാൽവ്. നമുക്ക് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് വെൻട്രിക്കിളിന്റെ ഇടയിൽ എന്താണുള്ളത്? there is a septa or wall. റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഏട്രിയ, അവിടെ നമുക്ക് എന്താണുള്ളത്? ഏട്രിയൽ സെപ്റ്റ, ഇത് വെൻട്രിക്കിൾ സെപ്റ്റ. ലെഫ്റ്റ് ഏട്രിയം ആൻഡ് ലൈറ്റ് വെൻട്രിക്കിൾ, ഇതാണ് കറക്റ്റ് ആണ് ആൻസർ അല്ലേ. ഇവിടെയാണ് നമുക്ക് എന്തുള്ളത്? ബൈകപ്സ് വാൽവ് ഓർ അതർവൈസ് നോൺ ആസ് മിട്രൽ വാൽവ്. റൈറ്റ് ഏട്രിയം ആൻഡ് വെൻട്രിക്കിളിന്റെ ഇടയിലുള്ള വാൽവിന്റെ പേര് എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു ട്രൈകപ്സ്ഡ് വാൽവ് ആണ് ഇവിടെ ഉള്ളത്. ബൈകപ്സ്ഡ് വാൽവ് എവിടെയാണുള്ളത്? ലെഫ്റ്റ് ഏട്രിയം ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾ, അവിടെയാണ് നമുക്ക് പ്യൂർ ബ്ലഡ് ഉള്ളത്. റൈറ്റ് ഏട്രിയം ആൻഡ് റൈറ്റ് വെൻട്രിക്കിൾ ഉള്ളത് നമുക്ക് ഇംപ്യൂർ ബ്ലഡ്. സൈനോഏട്രിയൽ നോഡ് ഈസ് പ്രസന്റ്. സൈനോഏട്രിയൽ നോഡ് എവിടെയാണുള്ളത്? സൈനോഏട്രിയൽ നോഡ് വെൻട്രിക്കിൾ ഉണ്ടോ? വെൻട്രിക്കിൾ ഇല്ല. റൈറ്റ് വെൻട്രിക്കിൾ ഇല്ല. ലെഫ്റ്റ് വെൻട്രിക്കിൾ ഇല്ല. ലെഫ്റ്റ് ഏട്രിയം ഇല്ല. റൈറ്റ് ഏട്രിയത്തിൽ ഇരിക്കും. സൈനോഏട്രിയൽ നോഡ് ഈസ് പ്രസന്റ് ഇൻ ദ right atrium. Sinoatrium is otherwise shortly we called as a SA node. SA node. It is otherwise known as a pacemaker of heart. Pacemaker എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹാർട്ട് ബീറ്റ് ചെയ്യാൻ ആവശ്യമുള്ള ഇമ്പൾസ് അല്ലെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? ഈ സൈനോഏട്രിയൽ നോഡാണ്. ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് മസിൽ സെൽസ്. സോ അതുകൊണ്ട് നമ്മൾ ഹാർട്ട് എടുത്ത് നമ്മളെ ദേഹത്ത് നമ്മൾ വെളിയിലെടുത്ത് വെച്ചാൽ ഹാർട്ട് എന്ത് ചെയ്യും? ബീറ്റ് ചെയ്യും. ഏട്രിയോ വെൻട്രിക്കുലർ നോഡ് ഈസ് പ്രസന്റ്. ഏട്രിയോ വെൻട്രിക്കുലർ നോഡ് എവിടെയാണുള്ളത്? ഇന്റർ വെൻട്രിക്കുലർ സെപ്റ്റം, ബണ്ടിൽ ഓഫ് ഹിസ്, ഇന്റർ ഏട്രിയൽ സെപ്റ്റം, കൊറോണറി സൾക്കസ്. ഇന്റർ വെൻട്രിക്കുലർ സെപ്റ്റം, രണ്ട് വെൻട്രിക്കിളിന്റെ ഇടയിലാണ് ഏട്രിയോ വെൻട്രിക്കുലർ വാൽവ് ഉള്ളത്. ഇല്ല, അതിന്റെ ഇടയിൽ എന്താണ്? വാൾ മാത്രമേ ഉള്ളൂ. ബണ്ടിൽ ഓഫ് ഹിസ് അതൊരു മസിൽ ഫൈബർ ആണ്. ഇന്റർ ഏട്രിയൽ സെപ്റ്റ, ഓക്കെ വാ, രണ്ട് ഏട്രിയത്തിന്റെ ഇടയ്ക്ക് ഉള്ള സെപ്റ്റം ആണ് ഏട്രിയോ വെൻട്രിക്കുലർ നോഡ് ഉള്ളത്. കൊറോണറി സൾക്കസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാർട്ടിന്റെ വെളിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അകത്ത് ഉള്ള സെപ്പറേഷൻ അനുസരിച്ച് വെളിയിൽ ഒരു ഡിപ്രഷൻ കാണും. അതിനാണ് നമ്മൾ സൾക്കസ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദ ഏട്രിയോ വെൻട്രിക്കുലർ നോഡ് ഈസ് പ്രസന്റ് ഇൻ ദ ഇന്റർ ഏട്രിയൽ സെപ്റ്റം. ഇന്റർ ഏട്രിയൽ സെപ്റ്റത്തിലാണ് ഉള്ളത്. അതെങ്ങനെയാന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് ഹാർട്ട്, ഇവിടെ ചെറുതായിട്ടൊന്ന് ഹാർട്ട് വരയാം. അപ്പൊ നമുക്ക് ഇവിടെയാണ് SA നോഡ് ഇരിക്കാന്ന് വിചാരിച്ചു. സൈനോഏട്രിയൽ നോഡ്. ഓക്കെ, ഇത് റൈറ്റ് ചേംബർ, റൈറ്റ്, ഇത് ലെഫ്റ്റ് ഏട്രിയം, ഇത് റൈറ്റ് ഏട്രിയം, ഇത് റൈറ്റ് വെൻട്രിക്കിൾ, ഇത് ലെഫ്റ്റ് വെൻട്രിക്കിൾ.
അപ്പോൾ എവിടെയായിട്ടാണ് എ വി നോഡ് വരുന്നത്? എ വി നോഡ് ഇവിടെ വരും. ഇവിടെ നിന്ന് നമുക്ക് ബണ്ടിൽ ഓഫ് ഹിസ്, ബണ്ടിൽ ഓഫ് ഹിസിന് ഫൈബർ വരുന്നിരിക്കും ഈക്വൽസ് പൊർക്കീജിയൻ ഫൈബേഴ്സ്. അത് നമ്മൾ വെളിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എസ് എ നോഡ്, അതിൻ്റെ താഴെയായിട്ട് എ വി നോഡ് വരും, അതിൽ നിന്ന് ബണ്ടിൽ ഓഫ് ഹിസ് വരും, അതിൽ നിന്ന് ഫൈബർ, ലെഫ്റ്റ് സൈഡിൽ ഫൈബർ വരും, റൈറ്റ് സൈഡിൽ ഫൈബർ വരും, അത് വീണ്ടും ബ്രാഞ്ച് ആവും. ഇതാണ് നമുക്ക് ഒറിജിനൽ കണ്ടക്ഷൻ ഓഫ് ഹാർട്ട്. സോ ദിസ് ഈസ് ഈക്വൽ ടു എസ് എ നോഡ്, സൈനോ എറ്റിൽ നോഡ്. ദിസ് ഈസ് ഈക്വൽ ടു എ വി നോഡ്, atrioventricular node, that is a AV node. ഇത് bundle of his, bundle of his. ഇത് Purkinje or Purkinje fibers. Okay, clear? Action potential are generated at maximum frequency. Maximum frequency ഉള്ള action potential എവിടെ ജനറേറ്റ് ചെയ്യുന്നു നമുക്കറിയാം അല്ലേ? The SA node is known as pacemaker of the heart or heart of the heart. Pacemaker or heart of the heart. So, our heart is known as, our heart is called as a myogenic heart. Myogenic means the heartbeat is start from a muscle. That muscle tissue is known as SA node. So, SA node is maximum produce ചെയ്യുന്നത്. വളരെ കുറച്ച് മാത്രമേ ബണ്ടിൽ ഓഫ് ഹിസും പർക്കീജിയൻ ഫൈബേഴ്സ് എല്ലാം പ്രൊഡ്യൂസ് ആവും, വെൻട്രിക്കിളിൽ നിന്ന് പ്രൊഡ്യൂസ് ആവുന്നില്ല. ഓക്കെ വാ. So the answer is maximum frequency of action potential is generated by SA node. So SA node നിന്ന് പ്രൊഡ്യൂസ് ആവുന്നത് കൊണ്ട് നമ്മൾ ഹാർട്ട് എന്ന് പറയുന്ന പേരാണ് മയോജനിക് ഹാർട്ട്. Then ഹാർട്ടിന്റെ തുടിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു നെർവ് ടിഷ്യൂസ് ആണെങ്കിൽ ഇറ്റ് ഈസ് വി കോൾഡ് ന്യൂറോജനിക് ഹാർട്ട്. ബട്ട് നമുക്ക് ഹാർട്ടിന്റെ തുടിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് മസിൽ ടിഷ്യൂസ് ആയതുകൊണ്ട് നമ്മൾ മയോജനിക് ഹാർട്ട് എന്ന് പറയുന്നുണ്ട്. So that part is we called as SA node. That part is otherwise known as SA node. ഇനിയൊരു പേരാണ് pacemaker or heart of the heart. During joint diastole of heart, which valves are clogged? So diastole നമുക്ക് എന്തെന്ന് അറിയണം. First systole. Systole means contraction. But diastole means relaxation. Diastole means relaxation of heart. ഓക്കെ, അപ്പം റിലാക്സ് ആകുമ്പോൾ ഹാർട്ട് റിലാക്സ് ആകുമ്പോൾ എന്ത് വാൽവ് ആണ് ക്ലോസ് ആവുന്നത്? ഹാർട്ട് റിലാക്സ് ആകുമ്പോൾ ഏത് വാൽവ് ക്ലോസ് ആവുന്നുണ്ട്? സെമിലൂണർ വാൽവ്സ് ആണ് ക്ലോസ് ആവുന്നത്. ഹാർട്ട് കോൺട്രാക്ട് ആകുമ്പോഴാണ് ട്രൈക്കപ്സ് വാൽവും ബൈക്കപ്സും വാൽവും ക്ലോസ് ആവുന്നത്. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? സിസ്റ്റോൾ, ടു സിസ്റ്റോൾ ഓഫ് ദ വെൻട്രിക്കിൾ സിസ്റ്റോൾ ആകുമ്പോഴാണ് ഇന്ന് വെൻട്രിക്കിൾ വാൽവും ക്ലോസ് ആവുന്നത്. മിട്രൽ വാൽവ്, ബൈക്കപ്സ് വാൽവിന് ഇനിയൊരു പേരാണ് മിട്രൽ വാൽവ്. So the correct answer is semilunar valve. Semilunar valve is closed during the diastole of heart. Heart relax ആവുന്ന ടൈമില് അല്ലേ, ബ്ലഡ് എല്ലാം പമ്പ് ചെയ്ത് തിരിച്ച് അത് ഫ്രീ റിലാക്സ് ആവുന്ന ടൈമില് ഏത് വാൽവാണ് ക്ലോസ് ആവുന്നത്? സെമിലുനാർ വാൽവ്സ് ആണ് ക്ലോസ് ആവുന്നത്. When the ventricular pressure is low, these valves get closed. വെൻട്രിക്കുലർ പ്രഷർ കുറയാണ്. വെൻട്രിക്കുലർ പ്രഷർ എപ്പം കുറയും? ഹാർട്ട് അകത്തിരിക്കുന്ന ബ്ലഡ് എല്ലാം പമ്പ് ചെയ്ത് വെളിയിൽ വിട്ട് കഴിഞ്ഞാൽ പ്രഷർ കുറയും അല്ലേ, അതായത് റിലാക്സേഷൻ. അതായത് നേരത്തെ ഇതിനു മുമ്പ് ചോദിച്ച ക്വസ്റ്റ്യന് വേറെ രീതിയിൽ ചോദിച്ചൊക്കെയാണ്. സെയിം ആൻസർ, ദാറ്റ് ഈസ് വി കോൾഡ് ആസ് സെമിലുനാർ വാൽവ്സ്. സ്ട്രോക്ക് വോളിയം, നമുക്ക് ഈച്ച് ചേംബർ ഓഫ് ഹാർട്ട് ക്യാൻ ക്യാരി 70 ml ഓഫ് ബ്ലഡ്. സ്ട്രോക്ക് വോളിയം ഈസ് നോൺ ആസ് 70 ml. Cardiac output means the amount of blood pumped out by each ventricle in. Okay. Cardiac output എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ബ്ലഡ് ഹാർട്ടിന് വെളിയിൽ പമ്പ് ചെയ്യണം. എപ്പം പമ്പ് ചെയ്യുന്നത്? The cardiac output means the amount of blood pumped out by each ventricle in 1 minute. ഒരു മിനിറ്റില് എത്ര ബ്ലഡ് വെളിയിൽ പമ്പ് ചെയ്യുമോ അതാണ് നമ്മൾ കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. 1 അല്ല, കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. സോ ഒരു മിനിറ്റിൽ നമുക്ക് 72 ആവറേജ് നമുക്ക് 72 ബീറ്റ്സ് എന്ന് പറയാം അല്ലേ, 72 75. സോ വി ക്യാൻ ആവറേജ് ടേക്ക് 72 ബീറ്റ്സ്. ഹാർട്ട് സൗണ്ട് ഡബ് ഈസ് പ്രൊഡ്യൂസ് ഡ്യൂ ടു ദ ക്ലോസ്ട്രോപ്പ്. ഹാർട്ടിൽ നമുക്ക് രണ്ട് സൗണ്ട് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒന്ന് ലബ് സൗണ്ട്. ലബ് സൗണ്ട് ഈസ് എ ലാർജ് സൗണ്ട്. ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ക്ലോസിംഗ് ഓഫ് ട്രൈക്കപ്സ് ആൻഡ് ബൈക്കപ്സ് വാൽവ്. ട്രൈക്കപ്സ് ബൈക്കപ്സ് വാൽവ് സഡൻ ആയിട്ട് ക്ലോസ് ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഏത്? ലബ് സൗണ്ട്. നമുക്കിവിടെ ചോദിച്ചത് എന്താണ്? ഡബ് സൗണ്ട് അല്ലേ. ഡബ് സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ക്ലോസിംഗ് ഓഫ് സെമിലുനാർ വാൽവ്. സെമിലുനാർ വാൽവ് ക്ലോസ് ചെയ്യുമ്പോഴാണ് ഡബ് സൗണ്ട് പ്രൊഡ്യൂസ് ആവുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് സെമിലുനാർ വാൽവ്. Identify the incorrect statement about lymphatic system.
ലിംബാറ്റിക് സിസ്റ്റത്തില് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ലിംഫ് കാപ്പിലറീസ് ആർ മൈക്രോസ്കോപ്പിക് ഓപ്പൺ എൻഡഡ് ആൻഡ് ട്യൂബ്യൂൾസ്. അല്ലേ, ഇത് മൈക്രോസ്കോപ്പിക് അല്ല. ഓക്കേവാ, എല്ലായിടത്തും ട്യൂബ്യൂൾസ് ഇല്ല. വാൾസ് ഓഫ് ദ ലിംബാറ്റിക് കാപ്പിലറീസ് ആർ കമ്പോസ്ഡ് ഓഫ് എൻഡോത്തീലിയൽ സെൽ വിത്ത് പോറസ് ജംഗ്ഷൻ. കറക്റ്റ്. ലിംഫ് വെസൽസ് ആർ നോൺ വാൽവുലർ. Smooth muscles of their wall cause peristaltic waves and contraction push the limb towards the neck region. Correct. So lymphatic vessels valves ഉണ്ട്, പ്രഷർ കുറവാണ്. സോ അത് നോൺ വാൽവുലർ. കറക്റ്റ് ആണ് ആൻസർ അല്ല. സോ നമുക്ക് ഇൻകറക്റ്റ് ആണ് എടുക്കേണ്ടത്. ദാറ്റ് ഈസ് എ ആൻഡ് സി. ദാറ്റ് ഈസ് ഇൻകറക്റ്റ്. ലാർജസ്റ്റ് ലിംബാറ്റിക് വെസൽ. ഓക്കെ, റൈറ്റ് thoracic ഇത് ലാർജസ്റ്റ് അല്ല. ലെഫ്റ്റ് ലിംബാറ്റിക് വെസൽ ലാർജസ്റ്റ് ആണ്. ഇസ് ഓൾവേസ് നോൺ ആസ് ചൈലിഫറസ് ഡക്ട്. സോ ഇത് രണ്ടും വരുന്ന ഓപ്ഷൻ 4ലാണ് വരുന്നത്. 2 and 3. So the answer is 4. The vascular connection lies between digestive and liver. നമുക്ക് ഡൈജസ്റ്റിന് ലിവറിന് ഇടയ്ക്കുള്ള വാസ്കുലർ കണക്ഷൻ. വാസ്കുലർ മീൻസ് ബ്ലഡ് വെസൽ കണക്ഷൻ അല്ലേ. ഡൈജസ്റ്റിന് ഇടയിലുള്ള ബ്ലഡ് വെസൽ കണക്ഷൻ ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് കാപ്പിലറീസ്. ഇത് കാപ്പിലറീസിനാൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നുണ്ട്. ആൻഡ് സ്റ്റാർട്ട്സ് വിത്ത് കാപ്പിലറീസ് ആൻഡ് എൻഡ്സ് വിത്ത് കാപ്പിലറീസ്. എൻഡ്സ് വിത്ത് capillaries. So the blood vessel is start with the capillaries and ends with the capillaries. Is present in between the digestive system and liver. So നമുക്ക് ലിവറിന് ഇനി ഒരു പേരാണ് ഹെപ്പാറ്റിക്. സോ പോർട്ടൽ മീൻസ് digestive system. So hepatic portal system is the blood vessels which is present between the digestive system and liver. നമുക്ക് ഏതൊരു ഓർഗൻ എടുത്താലും ആ ഓർഗനിൽ നിന്നും ബ്ലഡ് വെസൽ സ്റ്റാർട്ട് ചെയ്താൽ എവിടെ പോകും? ഹാർട്ടിൽ പോകും. വീനസ് ബ്ലഡ് അല്ലേ. പക്ഷേ നമ്മൾ ഡൈജസ്റ്റ് സിസ്റ്റത്തിലെ ബ്ലഡ് വെസൽ സ്റ്റാർട്ട് ചെയ്താൽ അത് ഹാർട്ടിൽ പോകുന്നതിന് മുമ്പേ എവിടെ പോകും? ലിവറിൽ പോകും. ദാറ്റ് സിസ്റ്റം ഈസ് നോൺ ആസ് ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം. ലിംബാറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ലിംഫ് കൊണ്ടുപോകേണ്ട സിസ്റ്റമാണ് ലിംബാറ്റിക് സിസ്റ്റം. കൊറോണറി സിസ്റ്റം മീൻസ് ഹാർട്ടിൽ ബ്ലഡ് സപ്ലൈ പണത്. അതായത് ഹാർട്ടിൽ എന്ന് പറഞ്ഞാൽ ഹാർട്ടിന്റെ മസിൽസിൽ വാൾസിൽ ബ്ലഡ് സപ്ലൈ ചെയ്യുന്നതാണ് കൊറോണറി ആർട്ടറി. റീനൽ പോർട്ടൽ മീൻസ് കിഡ്നി. ഇത് ഹാർട്ട് മസിൽസ്, ഹാർട്ട് വാൾസ്. ഇത് കിഡ്നി. So the correct answer is option 1, hepatic portal system. The part of the brain containing a central to moderate the cardiac function through autonomous nervous system. അല്ലേ, ബ്രെയിന് അതിന് വന്നിട്ട് ആരാ ഫംഗ്ഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റും? ഹാർട്ടിന്റെ ഫംഗ്ഷൻ കൺട്രോൾ ചെയ്യാം. ഏത് പാർട്ടായിരിക്കും? മിഡിൽ ഓബ്ലാങ്കേറ്റ. മിഡിൽ ഓബ്ലാങ്കേറ്റിലാണ് നമുക്ക് റിഫ്ലക്സ് സെന്റേഴ്സ് ഉള്ളത്. അത് വെച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് നോൺ ആസ് മിഡിൽ ഓബ്ലാങ്കേറ്റ. കാർഡിയക് ഔട്ട്പുട്ട് ക്യാൻ ബി ഇൻക്രീസ് ഡ്യൂ ടു ദിസ് ഹോർമോൺ. ഇതിൽ ഒരു ഹോർമോൺ വെച്ച് നമുക്ക് കാർഡിയക് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് പാൻക്രിയാറ്റിക് ഹോർമോൺ. പാൻക്രിയാറ്റിക് ഹോർമോൺ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കഗോൺ. അത് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അഡ്രിനൽ കോർട്ടിക്കൽ ഹോർമോൺ. കോർട്ടക്സിൽ അഡ്രിനൽ ഗ്ലാൻഡ് 2 പാർട്ട് ഉണ്ട്. കോർട്ടിക്കൽ പാർട്ടും ഉണ്ട്, മിഡിലറി പാർട്ടും ഉണ്ട്. കോർട്ടക്സിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ഏതൊക്കെയാണ്? ദേ ആർ വി കോൾഡ് ആസ് കോർട്ടിസോൾസ്, ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് ഹോർമോൺ ആൻഡ് മിനറലോകോർട്ടിക്കോയിഡ് ഹോർമോൺസ് ആർ ദെയർ. അല്ലേ, അതിന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അഡ്രിനൽ മിഡിൽ പ്രൊഡ്യൂസ് 2 ഹോർമോൺ. ദാറ്റ് ഈസ് വി കോൾഡ് ആസ് adrenaline and noradrenaline. They are known as emergency hormone. So ഈ emergency hormone heart beat increase ചെയ്യാൻ പറ്റും. So which hormones increase the heart output? Adrenal medullary hormone. That is known as epinephrine or norepinephrine or adrenaline and noradrenaline. Parathyroid hormone produce parathormone. They are also not control the heartbeat. So adrenal medullary hormones is the correct answer. In hypertension, the systolic pressure will be, നമ്മുടെ നോർമൽ ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ 120/80 mmHg is the normal blood pressure. 120 is known as systolic blood pressure and 80 is known as the diastolic blood pressure. Systole means contraction of the heart, diastole means relaxation of the heart. So നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഹൈപ്പർ ടെൻഷൻ അല്ലേ, ഹൈ ബ്ലഡ് പ്രഷർ is caused. ഹൈ ബ്ലഡ് പ്രഷർ ഏതാണ്? 140 mmHg. A condition in which heart is not pumping the blood effectively to meet the requirement of body. ബോഡിക്ക് ആവശ്യത്തിനനുസരിച്ച് ബ്ലഡ് സപ്ലൈ ചെയ്യുന്നില്ല. ദാറ്റ് കണ്ടീഷൻ ഈസ് നോൺ ആസ് വാട്ട് എന്നാണ് ചോദിച്ചത്. ഹാർട്ട് അറ്റാക്ക്. ഹാർട്ട് അറ്റാക്ക് എന്നത് എന്താണ്? ഹാർട്ടിന്റെ ഒരു പാർട്ടുള്ള മസിൽസിന് ബ്ലഡ് കിട്ടാതെ ആ മസിൽസ് എന്ത് ചെയ്യുന്നു? ഡെത്ത് ആവണം അല്ലേ. അതായത് കാർഡിയക് മസിൽസ് ഡെത്ത് ആവുന്നു. ദാറ്റ് ഈസ് വി കോൾഡ് ആസ് ഹാർട്ട് അറ്റാക്ക്. ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഹൈ BP, ബ്ലഡ് പ്രഷർ കൂടുന്നത് അല്ലേ. ഇൻക്രീസ് ബ്ലഡ് പ്രഷർ, ദാറ്റ് ഈസ് വി കോൾഡ് ആസ് ഹൈപ്പർ ടെൻഷൻ. മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ, ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ഹാർട്ട് അറ്റാക്ക്. മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ നമ്മൾ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയാം. ഇതിന് ഇനി ഒരു ടൈപ്പ് ഉണ്ട്, ദാറ്റ് ഈസ് വി കോൾഡ് സൈലന്റ് ഇൻഫ്രാക്ഷൻ. ഓക്കേ, തന്നെ ഹാർട്ട് ഫെയിലിയർ. ഹാർട്ട് ഫെയിലിയർ ആയാലാണ് ഹാർട്ടിന് ആവശ്യം അനുസരിച്ച് നമുക്ക് ബ്ലഡ് സപ്ലൈ ചെയ്യാൻ പറ്റില്ല. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഹാർട്ട് ഫെയിലിയർ. This one is often referred as arthrosclerosis.
Atherosclerosis means narrowing of the coronary artery or cholesterol or fat deposed in the coronary artery. Coronary artery means heart walls അല്ലെങ്കിൽ മസിൽസിന് ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന ആർട്ടറീസിൽ ബ്ലോക്ക് വരുന്നതാണ്, അല്ലെങ്കിൽ അല്ലെങ്കിൽ ഏതോ ഡിപ്പോസിറ്റ് ആവുന്നു, തിക്നെസ് ഇൻക്രീസ് ആവുന്നു, അതാണ് നമ്മൾ ആർത്രോസ്ക്ലെറോസിസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് നോൺ ആസ് CAD, coronary artery disease. Angina means severe chest pain. Severe chest pain is known as angina. Insufficient and supply of blood or oxygen. Hypertension means high BP, increasing blood pressure, BP. Okay, so correct answer is CAD. Second heart sound. Heart second sound നമുക്ക് അറിയാം. First sound is known as love sound. Okay, love sound is heard by the another starting of beginning of another systole. Systole begin ചെയ്യുമ്പോഴാണ് love sound ഫോം ആവുന്നത്. Love sound is beginning of systole അല്ലേ? ഇത് വന്നിട്ട് എന്താണ് ഫസ്റ്റ് സൗണ്ട്. നമുക്ക് ചോദിക്കുന്ന സെക്കൻഡ് സൗണ്ട്. സെക്കൻഡ് സൗണ്ട് നമുക്കറിയാം, ഇറ്റ് ഈസ് ദ റിലാക്സേഷൻ ഓഫ് another ventricle, that is a diastole. Love sound is at the beginning of diastole. So this is the second heart sound. So the first option is correct. Oxygenated blood എവിടെയാണുള്ളത്? ഈ താഴെ കൊടുത്തെങ്കിൽ ഏതാണുള്ളത്? റൈറ്റ് ഏട്രിയത്തിൽ എന്താണുള്ളത്? Deoxygenated blood or impure blood. Pulmonary artery deoxygenated blood. Okay. Right ventricle അവിടെയും impure blood. So pulmonary vein containing oxygenated blood. Oxygenated blood ഏതിലാണുള്ളത്? Pulmonary vein. Pulmonary vein is the only vein which carry oxygenated blood. It carry oxygenated blood from lungs to heart. Okay. Pulmonary artery which carry blood from heart to lungs. Is impure blood or otherwise known as deoxygenated blood. ഇത് നമ്മൾ deoxygenated blood എന്ന് പറയും. So oxygenated blood എവിടെയാണുള്ളത്? Pulmonary vein. Chordae tendae are found in. Chordae tendae is a cord-like structure which connect between the valves, atrioventricular valves and ventricular muscles. So that is we call as papillary muscles. Joint of leg illa, atria of heart illa, ventricle of heart correct answer. Ventricle of brain, brain ന്റെ അകത്തുള്ള ക്യാവിറ്റി ആണ് നമ്മൾ ventricles of brain എന്ന് പറയുന്നത്, അവിടെയും ഇല്ല. So it is present in the ventricles of heart. ഇതെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാൽവ്സ് ഉണ്ട് അല്ലേ? ബൈകപ്സ് വാൽവ്സും മിട്രൽ വാൽവ്സും ഉണ്ട്. ബൈകപ്സ് എന്ന് പറഞ്ഞാൽ 3 കപ്സ് ഉള്ളത്. ഓക്കേവാ, 1 2 3 കപ്സ് ഉള്ളതാണ് ട്രൈകപ്സ് വാൽവ്. ഇതിൽ 2 കപ്സ് മാത്രം ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് വി കോൾഡ് ആസ് ബൈകപ്സ് വാൽവ്. സോ ഇൻ ദ വാൽവും ഇതേപോലെ സ്ട്രിങ്സ് ഉണ്ട്. ഇതെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഇവിടെ മസിൽസ് വന്നിട്ട് കോൺ ഷേപ്പിൽ വരും അല്ലേ? ഇത് വന്ന് അറ്റാച്ച് ആവണമുണ്ട്. ഓക്കെ, ഇവിടെ അതേപോലെ ഉണ്ട്. അപ്പോൾ ഇതിനെ വലിച്ചു കെട്ടിയിരിക്കുന്നത്, ഈ വാൽവിനെയും ഇതിനെ വലിച്ചു കെട്ടിയിരിക്കുന്ന ഇതാണ് എന്നത് കോർഡേ ടെൻഡേന്. ഓക്കെ വാ, ഇത് കെട്ടിയിരിക്കുന്നത് കൊണ്ടാണ് വെൻട്രിക്കിൾ റിലാക്സ് ആകുമ്പം ഇത് വലിക്കുന്നത് കൊണ്ടാണ് ഈ വാൽവ് ഓപ്പൺ ആയിരിക്കുന്നത്. വെൻട്രിക്കിൾ കോൺട്രാക്ട് ആകുമ്പോൾ ഈ വാൽവ് ക്ലോസ് ആവും. Conversion of prothrombin into thrombin is made possible. നമുക്കറിയാം ഇത് പ്രോത്രോംബിൻ ഇൻആക്റ്റീവ് ഫോം ആണ്, ആക്റ്റീവ് ഫോം ആണ് ത്രോംബിൻ. അതിന് കൺവേർട്ട് ചെയ്യുന്നത് എൻസൈം ആണ്. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്ന ആരുടെ പ്രസൻസ് ഇല്ല അല്ലേ? ദ പ്രസൻസ് ഓഫ് കാൽഷ്യം അയോൺസ്. ദ മിഡിൽ ലെയർ ഓഫ് ഹാർട്ടിന്റെ മിഡിൽ ലെയർ അല്ലേ? എൻഡോകാർഡിയം ഈസ് ദ ഇന്നർ ലെയർ ഓഫ് ദ ഹാർട്ട്. പെരികാർഡിയം അല്ലേ? പെരികാർഡിയം എന്ന് പറയുന്നത് ഔട്ടർ ലെയർ എന്ന് പറയുന്നത് ഔട്ടർ കവറിംഗ്. നമ്മൾ ഔട്ടർ കവറിംഗ് എന്ന് പറയാം. ഔട്ടർ covering of the heart is known as the pericardium. In between there is a pericardial fluid is there. Epicardium is the outer layer of the heart, or the outer layer. Myocardium is the middle layer of the heart. So നമ്മൾ middle layer ആണ് ചോദിച്ചിട്ടുള്ളത്. So the correct answer is myocardium. It is made up of cardiac muscle. It is the major portion of the heart. Correct one among the following regarding each cardiac cycle. The volume of blood pumped by each right and left ventricle is same. Correct. The volume of blood pumped by the right and left ventricle is different. Wrong. The volume of blood pumped by each atrium is different. Wrong. The volume of blood received by aorta and pulmonary artery is different. Wrong. So the correct answer is first one. Increasing colloid osmotic pressure of plasma is due to more plasma protein concentration in extracellular fluid. Extracellular fluid means the fluid is present outside the cell, that is between the tissue. Absence of plasma protein concentration in plasma. Wrong.
മോർ പ്ലാസ്മ പ്രോട്ടീൻ കോൺസെൻട്രേഷൻ ഇൻ പ്ലാസ്മയിലെ കോൺസെൻട്രേഷൻ അധികമായിരിക്കുന്നത് കൊണ്ടാണ് കൊളോയിഡൽ ഓസ്മോട്ടിക് പ്രഷർ ഉണ്ടാവുന്നത്. കംപ്ലീറ്റ് ആബ്സെൻസ് ഓഫ് പ്ലാസ്മ പ്രോട്ടീൻ ഇൻ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്. റോങ്. So the correct answer is third one. More plasma protein concentration in plasma. പ്ലാസ്മയില് പ്രോട്ടീനിന്റെ കോൺസെൻട്രേഷൻ കൂടുതലുള്ളത് കൊണ്ടാണ് കൊളോയിഡ് ഓസ്മോട്ടിക് പ്രഷർ ഇൻക്രീസ് ആവുന്നത്. The correct pathway of initiating and passing route of conduction of impulse is. നമ്മൾ ഇമ്പൾസ് കറക്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്ക് ആ പടം വരച്ചില്ലേ, ആ പടം വെച്ച് നമുക്ക് അറിയാം. നമുക്ക് ഫസ്റ്റ് ഉള്ളത് ആരാണ്? എസ് എ നോഡ്, എ വി നോഡ്, അടുത്ത് പർക്കീജിയൻ ഫൈബർ ഇല്ല, അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ ഇല്ല. എസ് എ നോഡ് അടുത്ത് എ വി നോഡ് പറഞ്ഞു, അവിടെ പർക്കീജിയൻ ഫൈബർ കൊടുത്തേക്കുന്നത് അതല്ല. എസ് എ നോഡ്, ഓക്കെ, എ വി നോഡ്, എ വി ബണ്ടിൽ ഓർ ബണ്ടിൽ ഓഫ് ഹിസ്, പർക്കീജിയൻ ഫൈബർ ഓർ പുർക്കീജിയൻ ഫൈബർ. ദിസ് ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്തത് എസ് എ നോഡ്, പർക്കീജിയൻ ഫൈബർ, അപ്പൊ അത് റോങ്. സോ പടം ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് അത് വെച്ച് തന്നെ എഴുതാം. എസ് എ നോഡ്, അടുത്ത എ വി നോഡ്, ബണ്ടിൽ ഓഫ് ഹിസ്, പർക്കീജിയൻ ഫൈബർ. ഇതാണ് കറക്റ്റ് ആൻസർ. The enzyme involved in blood clotting process. Blood clotting ഇതിൽ ഏത് എൻസൈം ആണ്? നമുക്ക് താഴെ കൊടുത്തെങ്കിൽ ഏതാണ് കറക്റ്റ് ആണ് ആൻസർ? പ്രോത്രോംബിൻ, ഇറ്റ് ഈസ് എ ഇനാക്റ്റീവ് പ്രോട്ടീൻ അല്ലേ? ഇത് വന്നിട്ട് ഒരു ഇനാക്റ്റീവ് പ്രോട്ടീൻ വിച്ച് ഈസ് പ്രസന്റ് ഇൻ ബ്ലഡ്. ത്രോംബിൻ ഈസ് an enzyme which convert fibrinogen into fiber. ഇത് വന്നിട്ട് നെറ്റ്വർക്ക് ഓഫ് ഫൈബർ. നെറ്റ്വർക്ക് ഓഫ് ഫൈബർ ആണ് ഫൈബ്രിൻ. Fibrinogen is also an inactive protein which is present in the blood. ഈ ഫൈബ്രോജൻ ആണ് ഫൈബറിനായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ആര്? ത്രോംബിൻ. So the answer is ത്രോംബിൻ. This one is used during hemodialysis to prevent blood coagulation. അതായത് നമ്മൾ ബ്ലഡ് വെസൽസ് നിന്ന് വെളിയിൽ വന്നു കഴിഞ്ഞാൽ കട്ട പിടിക്കും, അതാണ് ബ്ലഡ് കോയാഗുലേഷൻ എന്ന് പറയുന്നത് അല്ലേ? അപ്പം ബ്ലഡ് കോയാഗുലേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി നാച്ചുറൽ നമ്മൾ ബ്ലഡ് വെസൽസിന് അകത്ത് ഒരു enzyme on that is we call as a heparin or protein. That is a heparin. Heparin is produced by basophil cells. So ആ ഹെപ്പാരിൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ഹീമോഡയാലിസിൽ ബ്ലഡ് നമ്മളെ ബോഡിയിൽ നിന്ന്, അതായത് നമ്മൾ ആർട്ടറിയിൽ നിന്ന് വെളിയിലെടുത്ത് വെയിൻ വഴിയെ നമ്മൾ തിരിച്ച് കയറ്റി വിടുന്നതാണ് ഹീമോഡയാലിസ്. അപ്പൊ ആ ഡയാലിസിങ് ഫ്ലൂയിഡില്, ആ ഡയാലിസിങ് ട്യൂബിൽ ബ്ലഡ് വരുമ്പോൾ ബ്ലഡ് ക്ലോട്ട് ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ ക്ലോട്ട് ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഹെപ്പാരിൻ. ബിക്കോസ് ഹെപ്പാരിൻ ഈസ് ആൻ ആന്റി കോയാഗുലന്റ്. ഫ്ലോട്ടിംഗ് ബ്ലഡ് ക്ലോട്ട് ഈസ് എപ്പിബോളി. എപ്പിബോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗ്രോത്ത് ഏതോ ഒരു ഓർഗൻ ഇങ്ങനെ കവർ ചെയ്ത് പറഞ്ഞാണ് എപ്പിബോളി എന്ന് പറയുന്നത്. ബോളസ് എന്ന് പറയുന്നത് ഫുഡ് നമ്മൾ വായിൽ വെച്ച് ഫുഡ് ചവച്ചരച്ച് സലൈവയായിട്ട് മിക്സ് ചെയ്ത് അകത്തോട്ട് വിഴുങ്ങുന്നില്ലേ, അപ്പം വരുന്ന ആ ഉരുളയുടെ പേരാണ് ബോളസ്. ത്രോംബസ് മീൻസ് ബ്ലഡ് ക്ലോട്ട് ഇൻസൈഡ് ദ ബ്ലഡ് വെസൽസ് അല്ലെങ്കിൽ ഇൻടാക്ട് ബ്ലഡ് വെസൽസ്, ബ്ലഡ് ക്ലോട്ട് ഈസ് നോൺ ആസ് ത്രോംബോസിസ്. എംബോളസ് മീൻസ് എ പീസ് ഓഫ് ബ്ലഡ് ക്ലോട്ട്. ബ്ലഡ് ഓരോരുത്തർ ക്ലോട്ട് ആയിട്ട് അതിൽ നിന്നൊരു ചെറിയ പീസ് ഡിറ്റാച്ച് ആയി ഫ്രീ ആ ബ്ലഡിലൂടെ ഒഴുകി നടക്കും. ദാറ്റ് ഈസ് വി കോൾ as എംബോളസ്. ദാറ്റ് ഈസ് വി കോൾ as ഫ്ലോട്ടിംഗ് ബ്ലഡ് ക്ലോട്ട്. മെതക്കുന്നത് അല്ലേ, മേലെ കൂടെ அப்படியே മെതന്ന് പോകുന്നതാണ്. ദാറ്റ് ഈസ് എംബോളസ്. അസർട്ടേഷൻ, only a small amount of blood enter into the non-functional fetal lungs. Correct. If in the heart of the fetus both ductus arteriosus and foramen ovules are functional. Correct. Yeah. Ductus arteriosus is a blood vessel which connect between the pulmonary artery and aorta. പൾമണറി ആർട്ടറി ഇംപ്യൂർ ബ്ലഡ് അല്ലെങ്കിൽ ഡിയോക്സിൻ ബ്ലഡ് ആണ് പറയുന്നത്. പക്ഷേ ഈ ഇത് ഫീറ്റസ് എന്ന് പറയുന്നത് ഇത് നമ്മളെ അകത്തിരിക്കുന്ന സ്റ്റേജ് ആണ്. അപ്പൊ അവിടെ പ്യുവർ ബ്ലഡ് ഇംപ്യൂർ ബ്ലഡ് എന്ന വ്യത്യാസമില്ല. അതുകൊണ്ട് പൾമണറി ആർട്ടറിയിൽ നിന്ന് ഡയറക്റ്റ് ഒരു കണക്ഷൻ പോകുന്നുണ്ട് അയോട്ടയില്. ദാറ്റ് ഈസ് ഈക്വൽഡ് as ഡക്ടസ് ആർട്ടീരിയോസിസ്. ഫൊറാമൻ ഓവൽ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഏട്രിയം, അതായത് നമുക്ക് റൈറ്റ് ഏട്രിയം ഉണ്ട്, ലെഫ്റ്റ് ഏട്രിയം ഉണ്ട് അല്ലെ. റൈറ്റ് ഏട്രിയത്തില് ഡിയോക്സിനൽ ബ്ലഡ്, റൈറ്റ് ഏട്രിയം, ലെഫ്റ്റ് ഏട്രിയം ഉണ്ട്. ഇത് ഒന്നിൽ ഡിയോക്സിനൽ ബ്ലഡ് ഒന്നിൽ ഓക്സിജനൽ ബ്ലഡ് ആണ്. പക്ഷേ ഈ ഫീറ്റസിന്റെ കേസിൽ അങ്ങനെ ഒരു കണ്ടീഷൻ ഇല്ല. അപ്പൊ ഇത് രണ്ടിന്റെ ഇടയ്ക്ക് ഒരു വാളുണ്ട്, ആ വാളിൽ ഒരു ഓട്ടയുണ്ട്. ദാറ്റ് ഹോൾ ഈസ് നോൺ as foramen ovule. അപ്പൊ റൈറ്റ് ഏട്രിയത്തിൽ വരുന്ന ബ്ലഡ് ഡയറക്റ്റ് ലെഫ്റ്റ് ഏട്രിയത്തിൽ വരും അല്ലേ. ഇത് കുട്ടി ജനിച്ചതിന് ശേഷം ഇതെല്ലാം ക്ലോസ് ആവും. So both A and R are correct, and R is the correct explanation of A. The cusps of atrioventricular valve are not allowed to bulge too far from the atrium. അപ്പം ഈ കസ്പ് വന്നിട്ട് ഒരുപാട് ബൾജ് ചെയ്യാതിരിക്കാൻ വേണ്ടി അതിനെ ഹെൽപ്പ് ചെയ്തതാണ് കോഡയ ടെൻഡൻ. കോഡയ ടെൻഡൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ആ സ്ട്രിങ് അത് കെട്ടി വലിച്ചു വയ്ക്കണം അല്ലേ.
In the ventricle, connect AV valve and trabecular cornea. Trabecular corneaയും AV valve കണക്ട് ചെയ്യുന്ന ഒരു സ്ട്രിങ്, ഒരു നാര് അല്ലെങ്കിൽ നാരെന്ന് പറയാം അല്ലേ, അതാണ് ആര് ഈ കോഡറ്റന്റ്. അതുകൊണ്ട് ഇഴുത്ത് പിടിച്ച് കെട്ടി വെച്ചേക്കുന്നത് അല്ലെ. കെട്ടി വെച്ചേക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഒരുപാട് ബൾജ് ആയിരിക്കാൻ സഹായിക്കും. സോ അപ്പോൾ രണ്ടും കറക്റ്റ് ആണ്. ബോത്ത് എ ആൻഡ് ആർ ആർ കറക്റ്റ്. ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ബോത്ത് ഏട്രിയ ആൻഡ് വെൻട്രിക്കിൾസ് ഹാർട്ട് കോൺട്രാക്ട് ഇൻ എ സിംഗിൾ കോർഡിനേറ്റ് യൂണിറ്റ്. അല്ല, കറക്റ്റ് അല്ല അല്ലെ. ഫസ്റ്റ് ഏട്രിയ കോൺട്രാക്ട് ആവും, അതിനുശേഷം വെൻട്രിക്കിൾ കോൺട്രാക്ഷൻ സ്റ്റാർട്ട് ആവണം. Desmosomes in the allow the muscles action potential to conduct from one muscle fiber to neighbor. അല്ല, ഡെസ്പോസോംസ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെല്ലിനും ഇനിയൊരു സെൽ വാളിന്റെ ഇടയിലുള്ളതാണ്. അപ്പൊ ഈ രണ്ടും കറക്റ്റ് അല്ല. സോ ബോത്ത് എ ആൻഡ് ആർ ആർ റോങ്. In each heartbeat, 70 ml of blood is pumped by each ventricle. The duration of cardiac cycle is directly proportional to the number of heartbeats. In each heartbeat, 70 ml of blood is pumped by each ventricle. ഓരോ വെൻട്രിക്കിളിൽ നിന്ന് 70 ml blood ആണ് വെളിയിൽ വരുന്നത് ഓരോ ഹാർട്ട് ബീറ്റിനും അല്ലേ. The duration of cardiac cycle is directly. Duration of cardiac cycle is not directly proportional to the heartbeat. So the option A is true and R is wrong. That is third option. SA node includes excitatory impulse in the heart. ഹാർട്ടിന് എക്സൈറ്ററി, അതായത് എക്സൈറ്റ് ആവാനുള്ള ഇമ്പൾസ് കൊടുക്കുന്ന SA node ആണ്. കറക്റ്റ്. SA node is a self excitatory. അത് സ്വന്തമായിട്ടും SA node സ്വന്തമായിട്ട് എക്സൈറ്റ് ആവുന്നു, അതും കറക്റ്റ്. സോ ബോത്ത് A and R are correct. R is the correct explanation of A. Assertion reason. Angina pectoralis means pain in the chest. Correct. It results to the carrying of extra blood to the heart muscles. That is wrong. This first sentence correct. So A is true and R is wrong. So option is the third option. Blood does not coagulate in uninjured blood vessel. Uninjured blood vessel blood coagulate ആവാതെ. Uninjured blood vessels release an anticoagulant heparin. Okay. Or anticoagulant heparin അത് produce ചെയ്യുന്നുണ്ട്. So both A and R are correct and R is the correct explanation of A. അടുത്ത match the following. Caudate tendon. Caudate tendon നമുക്ക് എവിടെയാണ് കാണുന്നത്? Ventricle of heart അല്ലേ, നമുക്കറിയാം. അത് പിടിച്ച് കെട്ടിയിരിക്കുന്ന വെൻട്രിക്കിളാണ്. സോ ഇതിന് ഫോർത്ത് ഓപ്ഷൻ. AV node. AV node എവിടെയാണുള്ളത്? AV node നോക്കാം. അതിനു മുമ്പേ second heart sound is the cluster of seminal valves. SA node റൈറ്റ് ഏട്രിയത്തിലാണ് ഉള്ളത്. അപ്പോൾ AV node interatrial septum. So A is equal to 4 and B is equal to 3. Second option. Eustachian valve എവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ it is present in the right atrium. So first and second. Papillary muscle is present in the ventricle. Fossa ovalis എവിടെയാണുള്ളത്? Interatrial septum. That is option 3. അപ്പോൾ ഇനി ഏതാണ് ബാക്കിയുള്ളത്? Ligament arteriosus is connects aorta and pulmonary trunk. So first 2, second 1. So the option, third option. Circulation leech is a closed type alla, open type. In leeches, blood flow through the open sinuses. Correct. So first option is false, second is true. That is fourth option. A is false, but R is true. Match the following. Myocardial infarction. Myocardial infarction is otherwise known as heart attack. Okay, that is option 3. Blood clot cause heart attack. Myocardial ischemia. Blood flow of myocardium partially obstructed. That is option 2. Heart failure. Inadequate pumping by heart. നമുക്കറിയാം അല്ലേ, ആവശ്യത്തിനനുസരിച്ച് ബ്ലഡ് പമ്പ് ചെയ്യാൻ പറ്റൂല. Rheumatic heart disease is a chronic heart valve damage. So this is option 1. So A is equal to 3, B is equal to 4D. Now option D. Previous question. Fastest distribution of some injectable material or medicine with no risk of any kind can be achieved by injecting it into. Okay. നമുക്ക് ഫാസ്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ആവണം. അത് മെഡിസിനോ ഏതെങ്കിലും മെറ്റീരിയൽ ഇഞ്ചെക്ട് ചെയ്യണമെങ്കിൽ എവിടെ ഇഞ്ചെക്ട് ചെയ്യാം? നമുക്കറിയാം. നമുക്ക് ഫാസ്റ്റ് അത് റീച്ച് ആവണമെങ്കിൽ നമ്മൾ എവിടെ ഇഞ്ചെക്ട് ചെയ്യണം? വെയിനിൽ. വെയിനിൽ നിന്ന് അത് എവിടെ പോകും? ഹാർട്ടിൽ പോകും. ഹാർട്ടിൽ നിന്ന് അത് പമ്പ് ചെയ്ത് എല്ലായിടത്തിലും അയക്കും. സോ ദിസ് ഈസ് ദ മെത്തേഡ്. Given below are 4 statements 1 to 4 regarding human blood circulation. Arteries are thick wall and having narrow lumen as compared to veins. Correct. Anginopectoris is acute chest pain when the blood circulation to the brain reduces. No, wrong. Person with the blood group AB can be donated blood to the any person of AB. എല്ലാ person നമുക്ക് സപ്ലൈ പറ്റില്ല. It's not a universal donor. Universal recipient ആണ് AB. Universal donor വന്നിട്ട് O ഗ്രൂപ്പ് ആണ്.
Calcium ions play a very important role in blood coagulation. Calcium ions blood coagulation ആവശ്യമുള്ളതാണ്. So which of the above statement are correct? നമുക്ക് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് is correct അല്ലേ? അപ്പോൾ അത് ഓപ്ഷൻ എയിലാണുള്ളത്. സോ ഓപ്ഷൻ എ is correct. Globin contains in human blood plasma are primarily involved. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. Globin contain in human blood, അതായത് ഹ്യൂമൻ ബ്ലഡ് പ്ലാസ്മയിൽ നമുക്ക് പ്ലാസ്മ പ്രോട്ടീൻസ് ഉണ്ട്. ആൽബുമിൻ, ഗ്ലോബിൻ ആൻഡ് ഫൈബ്രിൻ or fibrinogen. Okay, osmotic balance, albumin help for osmotic balance. Albumin is present in plasma protein. Oxygen transport is done by RBC. RBC ക്ക് അകത്ത് ആരാണ്? ഹീമോഗ്ലോബിൻ, hemoglobin. And blood clotting, clotting of blood is known as another fibrin help for the blood clotting. Defense mechanism is the correct answer. Globin help for defense mechanism because it help for creating immunoglobins. Heart stents, ഹാർട്ടിലെ stents എന്ന് പറഞ്ഞത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. Cord like elastic that connect papillary muscles to AV node. Cord like ആണ്, പക്ഷേ ഇലാസ്റ്റിക് പ്രോസസ്സ് അല്ല. ഷീറ്റ് ലൈക്ക്, ഷീറ്റ് പോലെ അല്ല. Cord like collagenal process, അതെ. Cord like collagenal process that connect papillary muscles and AV node. That is the heart strings. There is no DNA. താഴെ കൊടുത്തേക്കുന്നതിൽ ഏതിലാണ് DNA ഇല്ലാത്തത്? നമുക്കറിയാം മെച്ചർ RBCയിൽ DNA ഇല്ല അല്ലേ? നോ DNA. മെച്ചർ സ്പേമിൽ DNA ഉണ്ട്, ഹെയർ റൂട്ടിൽ DNA ഉണ്ട്, ഓവത്തിൽ DNA ഉണ്ട്. അപ്പം DNA ഇല്ലാത്തത് ഏതാണ്? മെച്ചർ RBC. കമ്പയർ ടു ബ്ലഡ് അവർ ലിംബ് ഹാസ്. നമ്മൾ ബ്ലഡിൽ ലിംബിനെ കമ്പയർ ചെയ്യുമ്പം ലിംബിൽ എന്തുണ്ട്, ബ്ലഡിലുള്ളത് എന്താണ് ലിംബിൽ ഇല്ലാത്തത്? പ്ലാസ്മ വിത്തൗട്ട് പ്രോട്ടീൻ ഇല്ല. മോർ RBC ആൻഡ് നോ ഹീമോഗ്ലോബിൻ. കറക്റ്റ്. RBC കൂടുതലുണ്ട്, ഇത് RBC അല്ല, മോർ WBC, നോ RBC. RBC ഉള്ളത് കൊണ്ടാണ് ബ്ലഡിൽ റെഡ് കളർ കൊടുക്കുന്നത്. RBCക്കുള്ള ഹീമോഗ്ലോബിൻ ഉണ്ട്. ലിംഫിന് റെഡ് കളർ ഇല്ല. എന്തുകൊണ്ടില്ലെന്ന് പറഞ്ഞാൽ അതിൽ RBC ഇല്ല. RBCക്ക് അകത്താണ് ഹീമോഗ്ലോബിൻ ഉള്ളത്. അതുകൊണ്ടാണ് ലിംബിന് കളർലെസ് ആയിരിക്കുന്നത്. മോർ RBC ലെസ് ഇല്ല. നോ പ്ലാസ്മ, നോ. സോ കറക്റ്റ് ആൻസർ ഈസ് സെക്കൻഡ് ഓപ്ഷൻ. ഇൻ ഹ്യൂമൻ ബ്ലഡ് passes from the post caval to the diastolic atrium of heart. Stimulation of sinoatrial node, no. Pressure difference between post caval and atrium, അതെ, പ്രഷർ ഡിഫറൻസ് കൊണ്ടാണ്. പുഷിംഗ് ഓപ്പണിംഗ് ഓഫ് വീനസ് വാൽവ്സ് ഇല്ല. സെക്ഷൻ പ്രഷർ ഇല്ല. സോ സെക്കൻഡ് ഓപ്ഷൻ ഈസ് കറക്റ്റ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എ ഡ്രോപ്പ് ഓഫ് ഈച്ച്, നമ്മൾ താഴെ കൊടുത്തെങ്കിൽ ഓരോ ഡ്രോപ്പ് നമ്മൾ ഓരോ സ്ലൈഡിൽ എടുത്ത് വെക്കുമ്പോൾ ഏത് കോയാഗുലേറ്റ് ആവും? ബ്ലഡ് സെറം വിൽ നോട്ട് കോയാഗുലേറ്റ്. ഏത് കോയാഗുലേറ്റ് ആവില്ല? വിൽ നോട്ട് കോയാഗുലേറ്റ്. ബ്ലഡ് സെറം കോയാഗുലേറ്റ് ആവില്ല ബിക്കോസ് ഇറ്റ് ലാക്ക് ബ്ലഡ് സെൽസ് ആൻഡ് കോയാഗുലേറ്റ് പ്രോട്ടീൻസ് ഓർ കോയാഗുലൻസ്. ബ്ലഡ് കോയാഗുലൻസ് ഇതിൽ കിടയാ ഇല്ല. സാമ്പിൾ ഫ്രം തൊറാസിക്, അതായത് ലിംബ് കോയാഗുലേറ്റ് ആവും. ഹോൾ ബ്ലഡ് ഫ്രം പൾമണറി വെയിൻ, അതും കോയാഗുലേറ്റ് ആവും. ബ്ലഡ് പ്ലാസ്മ, അതും കോയാഗുലേറ്റ് ആവും. ബ്ലഡ് സെറമാണ് കോയാഗുലേറ്റ് ആവുക. സോ ദ വാൽവ് ഓഫ് ഈസ്റ്റേഷൻ ഗാർഡ്സ് ദ ഓപ്പണിംഗ് ഓഫ് ദി ഈസ്റ്റേഷൻ ഗാർഡ്. എവിടെയാണ് ഓപ്പണിംഗ് ആവുന്നത്? ഇറ്റ് ഈസ് ഓപ്പണിംഗ് ഇൻ ദ ഇൻഫീരിയർ വീനക്കേവ്. ഇൻഫീരിയർ വീനക്കേവിലാണ് ഈ വാൽവ് ഓപ്പൺ ആവുന്നത്. അതായത് നമ്മൾ ഹാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ട്രൈകപ്സ് വാൽവ്, ബൈകപ്സ് വാൽവ്, സെമിലൂണർ വാൽവ്, ഇതില്ലാതെ യൂസ്റ്റേഷൻ വാൽവും ടീപ്സ്റ്റൻ വാൽവും ഉണ്ട്. സോ ഇന്ന് വീനക്കേവിൽ ഓപ്പൺ ആവുന്ന വാൽവാണ് ഈസ്റ്റേഷൻ വാൽവ്, അല്ലെങ്കിൽ അതിന് വാൽവ് എന്ന് പറയാൻ പറ്റില്ല, അതൊരു ഫ്ലാപ്പ് ലൈക്ക് സ്ട്രക്ചർ ആണ്. ടീപ്സ്റ്റൻ വാൽവ് നോക്കിക്കഴിഞ്ഞാൽ കൊറോണറി സൈനസസ്. പൾമണറി വെയിനിൽ ഉള്ളത് സെമിലൂണർ വാൽവ്സ്. Which of the following substances, if introduced into the bloodstream, would cause coagulation of blood at the site of introduction? നമ്മൾ ഇൻട്രൊഡ്യൂസ് ഇതിലേതോ ഒന്ന് നമ്മൾ ജസ്റ്റ് അതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്താലേ നമുക്ക് ബ്ലഡ് ക്ലോട്ട് ആവും. ഏതാണെന്നാണ് ചോദിക്കുന്നത്. പ്രോത്രോംബിൻ, ഇറ്റ് ഈസ് ആൻ ഇനാക്റ്റീവ് ഫോം ഇല്ലേ? ഇത് ഇനാക്റ്റീവ് ഫോം ഓഫ് പ്രോട്ടീൻ ആണ്. ഫൈബ്രോജൻ ഇനാക്റ്റീവ് ഫോം ആണ്. ത്രോംബോപ്ലാസിൻ, അതാണ് എന്താവുന്നത്? ബ്ലഡ് പെട്ടെന്ന് ക്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്നത്. ഹെപ്പാരിൻ ഈസ് ആന്റി കോയാഗുലന്റ്. ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാൻ വേണ്ടി സഹായിക്കാനാണ് ഹെപ്പാരിൻ. സോ നമുക്ക് ചോദിച്ചിട്ടുള്ളത് പെട്ടെന്ന് ക്ലോട്ട് ചെയ്യുന്നത്, അതായത് ത്രോംബോപ്ലാസ്റ്റ്. Cardiac pacemaker in a patient fails to function normally. The doctor finds that there is an artificial pacemaker to be grafted in him. It is likely to that it will be grafted at the site.
അതായത് നമുക്ക് പേസ് മേക്കർ അല്ലെങ്കിൽ എസ് എ നോഡ് ഫെയിലിയർ ആയാൽ നമുക്ക് എന്ത് ചെയ്യാം, ആർട്ടിഫിഷ്യലാ നമുക്ക് പേസ് മേക്കർ ഫിറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. അത് എവിടെ ഫിറ്റ് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. അതായത് ഏത് കണക്ട് ചെയ്യണം, അത് എസ് എ നോഡിലാണ് കണക്ട് ചെയ്യേണ്ടത്, സൈനോ ഏട്രിയൽ നോഡ്. ഹ്യൂമൻ ഹാർട്ട് ഏത് ലെയറിൽ നിന്നാണ് ഉണ്ടാവുന്നതാണ് ചോദിക്കുന്നത്. അതായത് നമുക്ക് 3 ലെയർ ഉണ്ട്. ദാറ്റ് ഈസ് വി കോൾഡ് ആസ് ectoderm, endoderm, mesoderm. Heart is formed from the mesodermal cells. They are called primary germ layers. Systemic heart refers to systemic heart എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് 2 ടൈപ്പ് ഓഫ് സർക്കുലേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് വി കോൾഡ് ആസ് pulmonary circulation and systemic circulation. പൾമണറി സർക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ടിൽ നിന്ന് ബ്ലഡ് എവിടേക്ക് പോകുന്നുണ്ട്, ലങ്സിലേക്ക് പോകുന്നുണ്ട്, അത് തിരിച്ച് ഹാർട്ടിൽ വരുന്നത്. ദാറ്റ് ഈസ് വി കോൾഡ് ആസ് പൾമണറി സർക്കുലേഷൻ. സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഹാർട്ടിൽ നിന്ന് ബ്ലഡ് ബോഡി പാർട്സിൽ പോകുന്നുണ്ട്, അവിടെ നിന്ന് തിരിച്ച് ഹാർട്ടിലേക്ക് വരുന്നതാണ് സിസ്റ്റമിക് സർക്കുലേഷൻ. അവർ ചോദിച്ചിരിക്കുന്നത് സിസ്റ്റമിക് ഹാർട്ട്. അപ്പൊ ഈ ബോഡി പാർട്ടിലേക്ക്, അതായത് നമുക്ക് നിറയെ സിസ്റ്റംസ് ഉണ്ടല്ലേ, ഡൈജസ്റ്റ് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, എക്സ്ക്രീറ്ററി സിസ്റ്റം, മസ്കുലർ സിസ്റ്റം, സ്കെലറ്റൽ സിസ്റ്റം. അപ്പൊ ഈ സിസ്റ്റത്തിലേക്കെല്ലാം ബ്ലഡ് കൊണ്ടുപോകുന്നതാണ് നമ്മൾ സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ സിസ്റ്റത്തിലേക്ക് ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന ആരാണ്? ലെഫ്റ്റ് ഏട്രിയം ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾ. സോ ദാറ്റ് ഈസ് സെക്കൻഡ് ഓപ്ഷൻ. ബണ്ടിൽ ഓഫ് ഹീസ് ഈസ് എ നെറ്റ്വർക്ക് ഓഫ്, നമ്മൾ നേരത്തെ നോക്കിയതാണ് ബണ്ടിൽ ഓഫ് ഹീസ് എവിടെയാണെന്ന് നമുക്കറിയാം. മസിൽ ഫൈബർ ഡിസ്ട്രിബ്യൂട്ട് ത്രൂ ദ ഹാർട്ട് വാൾസ്. മസിൽ ഫൈബർ ഫൗണ്ട് ഓൺലി ഇൻ ദ വെൻട്രിക്കിൾ വാൾസ്. നെർവ് ഫൈബർ ഫൗണ്ട് ഇൻ ദ വെൻട്രിക്കിൾ. നെർവ് അല്ല, മസിൽ ഫൈബർ ആണ്. മസിൽ ഫൈബർ ഫൗണ്ട് ഓൺലി ഇൻ ദ വെൻട്രിക്കിൾ വാൾ. ഹാർട്ടിന്റെ എല്ലാ വാൾസിലും ഇല്ല, വെൻട്രിക്കിൾസിലാണ് നമുക്ക് ബണ്ടിൽ ഓഫ് ഹിസ് ഉള്ളത്. ഹാർട്ടിന്റെ ഇമ്പൾസ് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത് നമുക്കറിയാമല്ലേ. എസ് എ നോഡ് ഈസ് നോൺ ആസ് പേസ് മേക്കർ ഓഫ് ദ ഹാർട്ട് ഓർ ഹാർട്ട് ഓഫ് ദ ഹാർട്ട്. എസ് എ നോഡിൽ ഇമ്പൾസ് ഒറിജിനേറ്റ് ആവുന്നത് കൊണ്ടാണ് നമ്മൾ ഹാർട്ട്, നമ്മൾ മയോജനിക് ഹാർട്ട് എന്ന് പറയുന്നത്. എസ് എ നോഡ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് മസിൽ ടിഷ്യൂസ്. താഴെ കൊടുത്തേക്കുന്നതിൽ ഏതാണ് കറക്റ്റ് ബേസ്ഡ് ഓൺ ലിംബ്? WBC പ്ലസ് ബ്ലഡ് മൈനസ് RBC. ബ്ലഡിൽ RBC ഇല്ലാതെ ബാക്കിയെല്ലാം ഉണ്ട്, പ്ലസ് പ്ലാസം പ്രോട്ടീൻ. ദാറ്റ് ഈസ് കറക്റ്റ് ആൻസർ. ബാക്കിയെല്ലാം റോങ്. RBC ഇല്ലാത്തത് കൊണ്ടാണ് ലിംഫ് കളർലെസ്, RBC ഉള്ളത് കൊണ്ടാണ് ബ്ലഡ് റെഡ് കളറിലിരിക്കുന്നത്. WBCക്ക് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്? നോൺ ന്യൂക്ലിയേറ്റഡ് ഇല്ല, WBC ന്യൂക്ലിയേറ്റഡ്, അപ്പോൾ ഇത് കറക്റ്റ് അല്ല. ഡെഫിഷ്യൻസി ലീഡ്സ് ടു ക്യാൻസർ, കറക്റ്റ് ഇല്ല. മാനുഫാക്ചറിങ് തൈമസിലല്ല മാനുഫാക്ചർ ആവുന്നത്. ഇറ്റ് ക്യാൻ സ്ക്യൂസ് ത്രൂ ബ്ലഡ് വെസൽ. നമുക്ക് ഏത് ഇൻഫെക്ഷൻ അത് വന്നു കഴിഞ്ഞാൽ ബ്ലഡ് വെസൽസിൽ നിന്ന് അത് വെളിയിൽ വന്ന് അങ്ങനെ അറ്റാക്ക് ചെയ്യാൻ പറ്റും അല്ലേ. മെയിൻലി മോണോസൈറ്റ്സ്, ന്യൂട്രോഫിൽസ് ഇതെല്ലാം വെളിയിൽ വന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ക്യാൻ സ്ക്യൂസ് ത്രൂ ദ ബ്ലഡ് കാപ്പിലറീസ്. Previous question. In which point pulmonary artery is different from pulmonary vein? Its lumen is broad, its wall is thick, it has valves, it does not possess endothelium. So its wall is thick. The opening between the right atrium and right ventricle is guarded by a valve. നമുക്കറിയാലേ, റൈറ്റ് ഏട്രിയത്തിനും റൈറ്റ് വെൻട്രിക്കിളിനും ഇടയിലുള്ള വാൽവാണ് എന്താ ട്രൈകപ്സ് വാൽവ്. ലെഫ്റ്റ് വെൻട്രിക്കിളിനും ലെഫ്റ്റ് ഏട്രിയത്തിനും ഇടയിലുള്ള വാൽവാണ് ബൈകപ്സ്. ഇറ്റ്സ് ഓൺ ദ ലെഫ്റ്റ്. അതിന് ഇനിയൊരു പേരാണ് മിട്രൽ വാൽവ്. സെമിനുലാർ വാൽവ്സ് ഈസ് പ്രസന്റ് ഓൺ ദ അയോട്ട. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ മാച്ചിങ് പെയർ? Left round, sharp closure of AV valves and at the beginning of ventricular system. Correct. Tough sound, sudden opening of seminal valves. Wrong. Closing of seminal valves. Pulsation of radial artery, valves in the blood vessels. Initiation of heartbeat. Purkinje fibers on heartbeat initiate panna illa, idunga illa. So first option is correct. Given figure, an angiogram of coronary artery. Angiogram, angioplasty undu. നമുക്കറിയാം, നമുക്ക് ബ്ലഡ് വെസൽസിന് അകത്ത് അടപ്പുള്ളതുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നതാണ് നമ്മൾ ആൻജിയോഗ്രാം ആൻഡ് ആൻജിയോപ്ലാസ്റ്റി. കണ്ടുപിടിച്ച് ക്ലിയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണ്. ഇവിടെ പ്ലാഗ് ഉണ്ട്, ബ്ലഡ് ക്ലോട്ട് ഉണ്ട്. ഇതാണ് കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് എ കൊറോണറി ആർട്ടറി. അതായത് കൊറോണറി ആർട്ടറി ആണ്. വിച്ച് ഹാസ് ക്യാൻസറസ് ഗ്രോത്ത് ആൻഡ് ഡെറ്റ് റിമൂവ്. അല്ല, ക്യാൻസറസ് ഗ്രോത്ത് അല്ല. ഇറ്റ് ഈസ് എ കൊറോണറി ആർട്ടറി വിച്ച് ബ്ലോക്ക് ബൈ പ്ലാഗ് ആൻഡ് സെയിം ബീവിംഗ് ക്രാക്ക്. ഇസ് കറക്റ്റ്. ഇറ്റ് ഈസ് എ കൊറോണറി വെയിൻ in which defective valves are being opened. illa. This is a coronary vein blocked by parasite. illa. So the correct option is second one. In which one of the following pair, the two items being one and same, ഒരേ ഓർഗനെ സൂചിപ്പിക്കുന്നത്
രണ്ട് പേരുകൾ രണ്ട് സൈഡിലും ഉണ്ട്. മാലസ് ഏവിൽ ഇല്ല. എസെനോഡ് ഈസ് അതർവൈസ് ഉള്ള സ്പേസ് മേക്കർ. ഞാൻ മുമ്പേ പറഞ്ഞല്ലേ, എസെനോഡാണ് പേസ് മേക്കർ അല്ലെങ്കിൽ ഹാർട്ട് ഓഫ് ദ ഹാർട്ട്. ഗ്ലൂക്കോസൈഡ്സ് ലിംബോസൈഡ്സ് ഇല്ല. ഹീമോഫീലിയ ബ്ലഡ് ക്യാൻസർ ഇല്ല. സോ ദ കറക്റ്റ് ആൻസർ ഈസ് എസെനോഡ് ഈസ് അതർവൈസ് നോൺ ആസ് പേസ് മേക്കർ ഓഫ് ഹാർട്ട്. An artificial pacemaker is implanted subcutaneously and connect to the heart in the patient. നമ്മൾ ആർട്ടിഫിഷ്യൽ പേസ് മേക്കർ സ്കിന്നിന് താഴെ വെച്ചിട്ട് ഹാർട്ടിൽ കണക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? എന്തിനു വേണ്ടിയാണ്? 90% ഓഫ് ബ്ലോക്കേജിനല്ല, ഹാവിങ് ഹൈ ബ്ലഡ് പ്രഷർ അല്ല, ഇറഗുലാരിറ്റീസ് ഹാർട്ട് റിതം, അതായത് കോൺട്രാക്ട് ആൻഡ് റിലാക്സ് ഇല്ലേ ആ റിതം, ആ ഹാർട്ട് ബീറ്റ് റിതം, അത് ഇറഗുലാരിറ്റി വന്നാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. സഫറിംഗ് ഫ്രം ആർത്തറോസ്ക്ലെറോസിസ് ഇല്ല. സോ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് തേർഡ്. ബ്ലഡ് ക്ലോട്ടിനോട് റിലേഷൻ ഇല്ലാത്തത് സോഡിയം ഓഫ് പ്ലാസ്മ. ഇതാണ് ബ്ലഡ് ക്ലോട്ടോട് റിലേഷൻ ഇല്ലാത്തത്. ഫൈബ്രോജൻ ബ്ലഡ് ക്ലോട്ടോട് റിലേഷൻ ഉണ്ട്, കാൽഷ്യം അയോൺസ് ഉണ്ട്, ഫൈബറിനും ഉണ്ട്. സോ ഇതിന്റെ ആൻസർ ഫസ്റ്റ്. ഹാർട്ട് റേറ്റ് ഇൻ എ സ്റ്റുഡന്റ് വിത്ത് ടേക്കിംഗ് her EMCT examination increase in 100 per minute. The stroke volume is 70 ml. What is the cardiac output? കാർഡിയക് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റിൽ എவ்வளோ ബ്ലഡ് വരണതാണ്. ഒരു മിനിറ്റിൽ ഇവിടെ 100 ബീറ്റ് ഉണ്ട്. അപ്പോൾ 70 × 100 ദാറ്റ് ഈസ് 7000. സോ നമുക്ക് പ്ലാസ്മ പ്രോട്ടീൻ എന്തിനാണ് വരുന്നത്? പ്ലാസ്മ പ്രോട്ടീൻ ഏതിന് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലഡ് കൊളായിഡൽ ഓസ്മോട്ടിക് പ്രഷർ. അതായത് പ്ലാസ്മ പ്രോട്ടീൻ കൂടി കഴിഞ്ഞാൽ ഓസ്മോ പ്രഷർ കൂടും. വാർഫാരിൻ ഇസ് ആക്ട് എസ് എ ആൻറ്റി കോയാഗുലൻ. വാസോ കൺസ്ട്രക്ഷൻ ബ്ലഡ് വെസൽസ് ചുരുങ്ങുന്നത്. ഓക്കെ വാ. Then chylifrous duct. Chylifrous duct is otherwise known as a left lymphatic duct. So option 1, 5, 2. So vasoconstriction ഏതാണ് ഓപ്ഷൻ ഉള്ളത്? 3. Okay. So first option, second option is correct answer. All veins carry deoxygenated blood except pulmonary vein. അല്ലേ, pulmonary vein ആണ് ഓക്സിജൻ ബ്ലഡ് ക്യാരി ചെയ്യുന്നത്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ അല്ലേ, നമ്മൾ നേരത്തെ പഠിച്ചത് തന്നെയാണ്. ബാക്കി വെയിൻസ് എല്ലാം ഡിയോക്സിജൻ ബ്ലഡ് ആണ് ക്യാരി ചെയ്യുന്നത്. സോ ബ്ലഡ് പ്രഷർ ഈസ് മെഷേർഡ് ബൈ, ബ്ലഡ് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി നമുക്ക് സ്പിഗ്മോമാനോമീറ്റർ ആണ് ഉപയോഗിക്കുന്നത്, നമുക്കറിയാം. സ്റ്റെതസ്കോപ്പ് ഹാർട്ടിയുടെ ബീറ്റ് അല്ലേ, ഹാർട്ട് ബീറ്റ് റെസ്പിറേഷന്റെ റേറ്റ് ഇതും കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രോ കാർഡിയോഗ്രാം ECG ഇത് എന്തിനു യൂസ് ചെയ്യുന്നത് കഴിഞ്ഞാൽ ഹാർട്ടിലുള്ള ഇലക്ട്രിക് ഇമ്പൾസ് മെഷർമെന്റ് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഫോണോ കാർഡിയോഗ്രാം ഇറ്റ് ഈസ് ആൾസോ യൂസ് ടു മെഷർ ദ ഹാർട്ട് സൗണ്ട് ഓർ മർമർ, ഹാർട്ട് മർമർ. Thickening of arteries due to the cholesterol deposition is known as the arthrosclerosis. Rheumatic heart disease നമുക്ക് അറിയാം, it is a valve വരുന്ന പ്രോബ്ലം. ബ്ലഡ് പ്രഷർ ഹൈ പ്രഷർ, ഹൈ ആൻഡ് ലോ പ്രഷർ ഉണ്ട്. കാർഡിയക് അറസ്റ്റ്, ഹാർട്ട് ബീറ്റ് ചെയ്യാൻ പറ്റാത്തതാണ് കാർഡിയക് അറസ്റ്റ് or otherwise heart attack. Pulmonary vein carry oxygen blood അല്ലേ, pulmonary vein carry oxygen blood because it carry blood from the lungs to heart. Formation of RBC. RBC is otherwise known as erythrocytes. So formation of RBC is known as WBC is otherwise known as leukocytes. So here the formation of RBC is known as erythropoiesis. Mitral valve is present. നമുക്കറിയാലേ, mitral valve is present between the left atrium and left ventricle. Which of the following required for blood coagulation? Blood coagulation ഏതെല്ലാം വേണം? നമുക്കറിയാം, കാൽഷ്യവും ത്രോംബോപ്ലാസ്റ്റിനും അല്ലേ, പൊട്ടാസ്യം ത്രോംബോപ്ലാസ്റ്റിനും പറ്റില്ല, സോഡിയം കാൽഷ്യം പറ്റില്ല, പൊട്ടാസ്യം ആൻഡ് പ്രോത്രോംബിനും പറ്റില്ല. ബ്ലഡ് കണ്ടെയ്നിങ് ബ്ലഡ് പ്ലാസ്മയിൽ എന്തുണ്ട്? ബ്ലഡ് പ്ലാസ്മയിൽ 90% വാട്ടർ ആണുള്ളത്. pH of blood is ranging 7 to 8. Slightly alkaline. Heparin is secreted by, heparin ഞാൻ ആൾറെഡി നിങ്ങളത് പറഞ്ഞു, heparin പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? ബേസോഫിൽസ്. The breaking of hemoglobin into hemoglobin take place. ഹീമോഗ്ലോബിനായിട്ട് ഉടയ്ക്കുന്നത് ആര്? ലിംബാറ്റിക് ടിഷ്യൂ ഇല്ല, ലിവർ, കിഡ്നി ഇല്ല, none of this. So correct answer is liver and spleen. Formation of RBC formation നമ്മൾ ആൾറെഡി നോക്കിയതാണ്, എർത്രോപൈസിസ്. Process of formation of blood corpuscles is known as hemopysis.
ഹീമോലൈസിസ് മീൻസ് ബ്രേക്ക് ഡൗൺ. എവിടെ ലൈസിസ് വന്നാലും ബ്രേക്ക് ഡൗൺ ആണ്. സോ ഹീമോലൈസിസ് മീൻസ് ബ്രേക്ക് ഡൗൺ ആണ്. ഹീമോസോയിൻ എന്ന് പറയുന്നത് ഒരു ഗ്രാനുലാണ്. ഇത് വന്നിട്ട് നമ്മൾ മലേറിയൻ പാരസൈറ്റ് RBCക്ക് അകത്ത് പോയി മൾട്ടിപ്ലൈന് ശേഷം അത് ഉടച്ച് വെളിയിൽ വരുമ്പം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കെമിക്കലാണ് ഹീമോസോയിൻ. ഇതിനുകൊണ്ടാണ് നമുക്ക് മലേറിയ ഫീവർ വരുന്നത്. ലൈഫ് സ്പാൻ ഓഫ് RBC is 120 days in man and 110 days in females. Carotid artery supply. Carotid artery means the artery which supply blood to the head region. So oxygenal blood to the lungs alla, intestine alla, head region brain undu, so brain. Which of the following fight against infection? RBC illa. RBC endana cheyyunnathu? Transport of oxygen and food materials. Blood platelets clotting is take place. So RBC endu cheyyunnundu? Transport of oxygen and nutrients. അത് മാത്രമല്ല അത് തിരിച്ചെന്ത് ചെയ്യുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വേസ്റ്റ് മെറ്റീരിയൽസ്. ഇത് ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ബ്ലഡ് പ്ലാറ്റ്ലെറ്റ്സ്. സോ WBC ആണ് ഇൻഫെക്ഷനെ ഹെൽപ്പ് ചെയ്യുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോട്ടീൻ ഇൻ ദ ബ്ലഡ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ആന്റികോയാഗുലേഷൻ? ആന്റികോയാഗുലേഷൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് ഹെപ്പാരിൻ നമ്മൾ പഠിച്ചു. ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ബേസോഫിൽസ് ആൻഡ് സം amount by liver. Histamine is allergic protein. Heparin is also an anticoagulant which is produced by leech. Pulmonary artery carried impure blood from heart to lungs. So impure blood to the lungs, from heart to lungs. So that previous question. Slowing of heartbeat koranja കഴിഞ്ഞാൽ that is we called as bradycardia. Heartbeat കൂടിയ bradycardia. Okay, പഠിച്ചോ? കൂടിയ bradycardia, കുറഞ്ഞ bradycardia. ഇപ്പോൾ നമ്മൾ കുറഞ്ഞതാണ് ചോദിച്ചിരിക്കുന്നത്, ആണ് ആൻസർ bradycardia. Identify the wrong statement with reference to function of lymphatic system. It has no role in destroying invading microorganism. And microorganism destroy ചെയ്യുന്ന ഫംഗ്ഷൻ ഉണ്ട്. സോ അവർ റോങ് ചോദിച്ചേക്കണം. അപ്പോൾ ഇതാണ് ഓപ്ഷൻ ആയിട്ട് വരാൻ സാധ്യതയുള്ളത്. ലിംബ് റിട്ടേൺ ടു അബ്സോർബിംഗ് ന്യൂട്രിയൻഷൻ, അത് കറക്റ്റ് ആണ്. ട്രാൻസ്പോർട്ട് ഓഫ് ലിംബോസൈറ്റ്സ് ഫ്രം ലിംബ് ഗ്ലാൻഡ്സ് കറക്റ്റ് ആണ്. ട്രാൻസ്പോർട്ട് ഡൈജസ്റ്റഡ് ഫാറ്റ് ടു ദ ബ്ലഡ് വാസ്കുലർ ടിഷ്യൂസ് കറക്റ്റ് ആണ്. സോ ഫസ്റ്റ് ഓപ്ഷൻ ഈസ് എ റോങ് ഓപ്ഷൻ. ഫോർമേഷൻ ഓഫ് ബ്ലഡ് ഫോം ആവും നമുക്കറിയാം, ഓൾറെഡി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഹീമോപൈസിസ്. അനീമിയ മീൻസ് ഡിക്രീസിങ് നമ്പർ ഓഫ് RBC. RBC നമ്പർ കുറയുന്നതാണ് അനീമിയ. ബണ്ടിൽ ഓഫ് ഹിസ് ആർ എന്താണ്? മസ്കുലർ ടിഷ്യൂസ് സപ്ലൈ ടു ദ വെൻട്രിക്കിൾസ്. വിറ്റമിൻ റിക്വയർഡ് ടു ദ മെച്ചുറേഷൻ ഓഫ് RBC മെച്ചുർ ആവാൻ ഏത് വിറ്റമിൻ ആണ് വേണ്ടത്? നമുക്കറിയാം വിറ്റമിൻ B12. അതിന് ഇനിയൊരു പേര് എന്താണ്? ഫോളിക് ആസിഡ്. നമുക്ക് RBC കുറവ് അല്ലെങ്കിൽ അനീമിക് ആയിരിക്കുന്നു, അവരെല്ലാം കൂടുതൽ എടുക്കുന്നത് ആരാണ്? ഏത് ഇതാണ്? വിറ്റമിൻ B12. അതിന്റെ പുറത്ത് എഴുതിയിട്ടുണ്ടാവും ഫോളിക് ആസിഡ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സബ്സ്റ്റൻസ് ഇഫ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻടു ദ ബ്ലഡ് സ്ട്രീം വുഡ് കാസ് കോയാഗുലേഷൻ ഓഫ് ബ്ലഡ് അറ്റ് ദ സൈറ്റ്? നമ്മൾ ഓൾറെഡി നോക്കിയതാണ്, ത്രോംബോപ്ലാസ്റ്റിനാണ്. പ്രോത്രോമിനും ഫൈബ്രോജനും ഇറ്റ് ഈസ് ആൻ ഇനാക്റ്റീവ് പ്രോട്ടീൻ. ഇതെല്ലാം ഇനാക്റ്റീവ് പ്രോട്ടീൻ ആണ്, ബ്ലഡിൽ ഉണ്ടാവും. അതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ നമുക്ക് എൻസൈംസ് വേണം. ഹെപ്പാരിൻ വന്നിട്ട് ആന്റി കോയാഗുലൻ ആണ്. ഇത് നമ്മൾ ഓൾറെഡി നോക്കിയ ക്വസ്റ്റ്യൻ ആണ്, ത്രോംബോപ്ലാസ്റ്റ്. ഹൈ ആൾട്ടിറ്റ്യൂഡ്, അതായത് നമ്മൾ ഊട്ടി, കൊടൈക്കനാൽ, പൊന്മുടിയൊക്കെ പോകുമ്പം നമുക്ക് എന്ത് വരും? ഹെഡേക്ക് വരും. ചിലർക്ക് കാതൊക്കെ അടയ്ക്കും, ഹെഡേക്ക് വരും. ചിലർക്ക് ഷർദിൽ വരും. എന്തുകൊണ്ടാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ പ്രഷർ കുറവാണ്. അപ്പം കൂടുതൽ ഓക്സിജനേറ്റഡ് എയർ അകത്ത് പോകില്ല, ലങ്സിനകത്ത് പോകില്ല. നമുക്ക് ആവശ്യമുള്ള ഓക്സിജൻ കിട്ടൂല. അപ്പം നമുക്ക് RBCയുടെ നമ്പർ കൗണ്ട് കൂട്ടേണ്ടി വരും. വെൻട്രിക്കിൾസ് ആർ റിലേറ്റഡ് ടു ഹാർട്ട് ഒള്ളി, ബ്രെയിൻ ഒള്ളി. ഹാർട്ടിലും വെൻട്രിക്കിൾസ് ഉണ്ട്, ബ്രെയിനിലും ഉണ്ട്. അപ്പോൾ ബോത്ത് 1 and 2 ആർ കറക്റ്റ് ആൻസർ. ബ്രെയിൻ ക്യാവിറ്റി ഈസ് നോൺ ആസ് വെൻട്രിക്കിൾസ്, ഹാർട്ടിൽ വെൻട്രിക്കിൾസ് ഉണ്ട്. ദ ഫസ്റ്റ് ഹാർട്ട് സൗണ്ട് ഈസ് പ്രൊഡ്യൂസ് വെൻ? എപ്പോഴാണ് ഫസ്റ്റ് ഹാർട്ട് സൗണ്ട് പ്രൊഡ്യൂസ് ആവുന്നത്? ഫസ്റ്റ് ഹാർട്ട് സൗണ്ട് പ്രൊഡ്യൂസ് ആവുന്നത് എപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബൈക്കപ്സ് ആൻഡ് ട്രൈക്കപ്സ് വാൽ ക്ലോസ് ക്വിക്ക്ലി. ഇത് ക്വിക്കാ ക്ലോസ് ആകുമ്പോൾ. ഡയസ്റ്റോൾ ബിഗിൻ ചെയ്യുമ്പം അല്ല, പിന്നെ സെമിനോൾ വാൽസ് ക്ലോസ് ആകുമ്പോൾ അല്ല, ഇന്റർവെൻട്രിക്കുലർ പ്രഷർ ഡിക്രീസ് ആകുമ്പോൾ അല്ല, ബൈക്കപ്സ് ആൻഡ് ട്രൈക്കപ്സ് വാൽസ് ഫാസ്റ്റ് ക്ലോസ് ആകുമ്പോഴാണ് ഫസ്റ്റ് ഹാർട്ട് സൗണ്ട് ഉണ്ടാവുന്നത്. ദാറ്റ് സൗണ്ട് ഈസ് വി കോൾഡ് ആസ് എ ലവ് സൗണ്ട്. Which of the following vertebrate organ receive only deoxygenated blood? Deoxygenated blood മാത്രം റിസീവ് ചെയ്യുന്ന ഒരു ഓർഗൻ. കിഡ്നി, സ്പ്ലീൻ, ലങ്സ്, ലിവർ. അല്ലേ? ലങ്സ് ആണ് ഡിയോക്സിജൻ ബ്ലഡ് റിസീവ് ചെയ്യുന്നത്. അവിടെ പോയാണ് ഓക്സിജനേഷൻ നടക്കുന്നത്. ബാക്കിയെല്ലാം ഓക്സിജൻ ബ്ലഡ് ആണോ അകത്ത് പോകുന്നത്, വെളിയിൽ വരുന്നതാണ് ഡിയോക്സിജൻ ബ്ലഡ്. പൾസ് കാൻ ഡിറ്റക്ട്. പൾസ് എവിടെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും? നമുക്കറിയാം അല്ലേ, ഡോക്ടറൊക്കെ നമ്മുടെ കയ്യിൽ പിടിച്ച് എവിടെ നോക്കണം? നമ്മൾ റിസ്റ്റിലാണ് പിടിച്ച് നോക്കുന്നത്.
ടൈയില ഡയഫ്രം ഇല്ല, ഹ്യൂമറസിലല്ല, റെസ്റ്റിലാണ് പിടിച്ചു നോക്കുന്നത്, നമുക്കറിയാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഡിഫറെന്റ് ഫ്രം അതർ ഇൻ ദ ആബ്സെൻസ് ഓഫ് മസ്കുലർ കോട്ട്? മസ്കുലർ കോട്ട് ഇല്ലാത്തത് അല്ലേ ഏതിനാണ്? കാപ്പിലറീസ്. കാപ്പിലറീസിന്റെ വാൾസ് വളരെ തിന്നായിരിക്കും അല്ലേ, അപ്പോൾ ഈസിയാണ് നമുക്ക് എക്സ്ചേഞ്ച് നടക്കുകയുള്ളൂ. അപ്പോൾ ആബ്സെൻസ് ഓഫ് മസ്കുലർ കോട്ട് ഏതിനാണ്? കാപ്പിലറീസ്. അതിന്റെ വാൾ വളരെ തിന്നാണ്.